ശലോമോൻ അബ്യാഥാർ പുരോഹിതനോട് പറയുകയാണ്, നീ മരണയോഗ്യനാ, എങ്കിലും എൻ്റെ അപ്പൻ്റെ കാലത്ത് നീ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടയക്കുകയാണ്. ചരിത്രം പഠിക്കുമ്പോൾ ശൗൽ രാജാവായിരിക്കുമ്പോൾ ദാവീദിനെ കൊല്ലുവാൻ അന്വേഷിച്ച് നടക്കുമ്പോൾ അബിയാഥാർ പുരോഹിതനും തൻ്റെ പിതാവുമാണ് ദാവീദിനെ ശൗലിൻ്റെ കയ്യിൽ അകപ്പെടാതെ വേണം രക്ഷിക്കുന്നത്. അത് നിമിത്തം ശൗൽ 85 പരം പുരോഹിതന്മാരെ കൊല്ലുന്നുണ്ട്. ആ സമയത്ത് അബിയാഥാർ പുരോഹിതൻ മാത്രമാണ് ശേഷിക്കുന്നത്. പിൽക്കാലത്ത് ദാവീദ് രാജാവായിരുന്നപ്പോൾ ഒബേദോമിൻ്റെ വീട്ടിൽ നിന്നും യഹോവയുടെ പെട്ടകം ലേവി പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അബിയാഥാറും ഒരുമിച്ചാണ് ഈ പെട്ടകം തോളിൽ ചുമന്ന രാജാവായ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദാവീദിനോട് ചേർന്ന് നിന്ന, ആലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന അബിയാഥാർ പുരോഹിതൻ, നമുക്കറിയാം, ശലോമോൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വിപ്ലവം കൊട്ടാരത്തിൽ സൃഷ്ടിച്ച് ദാവീദ് രാജാവ് കാട്ടിലേക്ക് ഓടിപ്പോയ സമയത്ത് അബിയാഥാർ പുരോഹിതൻ തോളിൽ പെട്ടകം ചുമന്നുകൊണ്ട് കാട്ടിൽ ഓടി ദാവീദിൻ്റെ അടുത്ത് ചെല്ലുന്നു. ദാവീദ് അബിയാഥാറിനെ മടക്കി കൊട്ടാരത്തിലേക്ക് അയക്കുന്നുണ്ട്. പിൽക്കാലത്ത് ദാവീദിൻ്റെ അവസാന സമയത്തേക്ക് വരുമ്പോൾ ദൈവഹിതപ്രകാരം ശലോമോനെ രാജാവാക്കി വാഴിക്കുവാൻ ദാവീദ് തീരുമാനിച്ചിരിക്കുമ്പോൾ ദാവീദിൻ്റെ മറ്റൊരു മകനായ അദോനിയാവിനെ രാജാവാക്കുവാൻ അബിയാഥാർ പുരോഹിതൻ ചട്ടം കൂട്ടുമ്പോൾ അത് ദൈവഹിതത്തിനും ദൈവിക പദ്ധതിക്കും തടസ്സമായിരുന്നതിനാൽ അവൻ അതിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് ശലോമോൻ രാജാവായ സമയത്ത് അദോനിയാവിനെ സഹായിക്കാൻ ആരെല്ലാം നിന്നോ അവരെയെല്ലാം കൊന്നുകളയുവാൻ ശലോമോൻ പദ്ധതിയിട്ടപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കി വിട്ട ഒരാളാണ് അബിയാഥാർ പുരോഹിതൻ. കാര്യം, അവൻ്റെ തോളിൽ അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ കാലത്ത് യഹോവയുടെ പെട്ടകം തോളിൽ ചുമന്ന ആ തഴമ്പ് അവൻ്റെ തോളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പകൽ, ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമാന്യ സഹോദരി, പലരുടെയും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തലമുറകളെ നോക്കുമ്പോൾ ഒരാത്മീകമോ ഒരു കാഴ്ചപ്പാടോ ഒരാത്മീകനോ ആത്മീയക്ക് യോജിക്കാൻ കഴിയാത്ത പലരിലും കാണുമ്പോൾ ദൈവം പലരെയും തൊടാതെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പിതാക്കന്മാർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആമൻ ഹല്ലേലൂയ മുട്ടുമേൽ മടക്കിയിരുന്ന് പ്രാർത്ഥിച്ചത്, അവരുടെ മുട്ടിലെ തഴമ്പൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ഇവരെ തൊടാൻ പറ്റുന്നില്ല. ഈ തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രാർത്ഥനയും ദൈവിക ബന്ധങ്ങളില്ലെങ്കിലും ദൈവം പിതാക്കന്മാരെ ഓർക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥന ഓർക്കുമ്പോൾ, അവരുടെ നിലവിളി ഓർക്കുമ്പോൾ ദൈവത്തിന് ഇവരെ തൊടാൻ കഴിയുന്നില്ല. ജനം പറയും, ദൈവം അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമാന്യ സഹോദരി, ഇന്നും ഞാനും നിങ്ങളും നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ബലമല്ല, മറ്റു പലരും നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നതുകൊണ്ടാണ്. ആയതിനാൽ ശലോമോൻ പറയുക, നീ മരണയോഗ്യനാ, എങ്കിലും യഹോവയുടെ പെട്ടകം നിൻ്റെ തോളിൽ ചുമന്നതുകൊണ്ട് നിന്നെ വിട്ടയക്കുക കേട്ടോ. ഈ പകൽക്കാലം, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, ആപത്തുകൾ, നിൻ്റെ പ്രാണന് പോലും ദോഷം വരേണ്ടതാണ്. പക്ഷെ ദൈവം നിന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ചത് ഇന്നലകളിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ നിന്നത് ദൈവം ഓർത്ത് വിടുവിച്ചിരിക്കുക. നീ മരണയോഗ്യനാ, പക്ഷേ എങ്കിലും എൻ്റെ അപ്പൻ്റെ കാലത്ത് യഹോവയുടെ പെട്ടകം നിൻ്റെ തോളിൽ ചുമന്നതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടയക്കുക. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്നവരോട് ദൈവാത്മാൻ വിളിച്ചു പറയട്ടെ, ദൈവം വിട്ടയക്കുക. അവൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുമ്പോൾ, ഇന്നലകളെ ഓർക്കുമ്പോൾ, ഇന്നലകൾ നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടന്നതോർക്കുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി നിന്നതോർക്കുമ്പോൾ നിന്നെ തൊടാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല.